അക്ഷരം ആരോഗ്യം ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പന്മന ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ചിറ്റൂർ സ്കൂളിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പന്മന ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായാണ് ചിറ്റൂർ സ്കൂളിൽ അക്ഷരം ആരോഗ്യം ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയത്. യുവതലമുറയുടെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര സ്കൂൾ ആരോഗ്യ പരിപാടിയാണ് അക്ഷരം ആരോഗ്യം. ആരോഗ്യ അവബോധവും മികച്ച ആരോഗ്യശീലങ്ങളും വിദ്യാർത്ഥികളിലൂടെ കുടുംബങ്ങളിലേക്കും അതുവഴി സമൂഹത്തിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യം. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. കുട്ടികൾക്ക് പൂർണ്ണമായും അവരുടെ ആരോഗ്യ പരിരക്ഷയെ സംബന്ധിച്ച് പ്രാഥമികമായ അവബോധവും അതിനോടൊപ്പം തന്നെ പരിശോധനയും നടത്തുന്നതിന് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെ നോട്ട് ചെയ്യപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് തുടർന്നുള്ള ചികിത്സകൾക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ട് ഈ സംവിധാനം പ്രവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ആരോഗ്യമുള്ള ഒരു തലമുറ ഈ നാടിൻ്റെ സമ്പത്താണ് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്യാമ്പയിൻ നമ്മളോട് ആരംഭിക്കപ്പെടുന്നത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ശ്രീ കൊണ്ടോടി മണികണ്ഠൻ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ചെറിയ തുടക്കത്തിലെ കണ്ടെത്താൻ കഴിയുന്ന ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ വളർച്ചയാണെങ്കിലും അതല്ല ഏതു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും അതിനെല്ലാം കണ്ടെത്തുവാനും അതിനാവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് ഈ CHC വഴിയും ആരോഗ്യ ഹോസ്പിറ്റൽ വഴിയും അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്കുള്ള മേഖലകളിൽ അവരെ സുരക്ഷിതമാക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ഷംന റാഫി അധ്യക്ഷത വഹിച്ചു. അക്ഷരം ആരോഗ്യം പരിപാടി വഴി പരിശോധന നടത്തി കുട്ടികൾക്ക് ഹെൽത്ത് കാർഡ് നൽകും. ഹെൽത്ത് കാർഡിൽ കുട്ടിയുടെ എല്ലാ ആരോഗ്യ വിവരങ്ങളും ഉണ്ടാകും. ഈ കാർഡ് ഇലക്ട്രോണിക് ഹെൽത്ത് കാർഡായി മാറുകയും പൂർണ്ണ സ്വകാര്യതയോടെയും സുരക്ഷിതത്വത്തോടെയും സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ സൂക്ഷിക്കുകയും ചെയ്യും. അടിയന്തര ഘട്ടങ്ങളിൽ ഇലക്ട്രോണിക് രേഖ കുട്ടിക്ക് സഹായകമായി തീരും. പരിപാടിയിൽ പഞ്ചായത്ത് അംഗം താജ് പോരൂക്കര സ്വാഗതം പറഞ്ഞു. ഡോക്ടർ തനൂജ വിഷയം അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുകന്യ, കൊണ്ടോടിയിൽ മണികണ്ഠൻ, പ്രഥമാധ്യാപകൻ അനീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.